കൊച്ചിയിൽ മോഡലിംഗിന്റെ മറവിൽ നടക്കുന്ന ലഹരിയിടപാടുകളും വഴിവിട്ട പ്രവർത്തനങ്ങളും നിരവധി പെൺകുട്ടികളുടെ സ്വപ്നങ്ങളും ഭാവിയുമാണ് തകർത്തത്. ലഹരിയുടെയും ലൈംഗികാതിക്രമത്തിന്റെയും ഇരകളായവരെക്കുറിച്ച് ന്യൂസ് 18 വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഇക്കാര്യങ്ങൾ ശരിവെക്കുകയാണ് കേരളത്തിലെ പ്രമുഖ മോഡലുകളായ കൊഞ്ചിത ജോണും ദാലുവും ജൂഡ് ഫെലിക്സും. കൊച്ചിയിൽ മോഡലിംഗിന്റെ പേരിൽ നിരവധി തട്ടിപ്പ് കമ്പനികൾ പ്രവർത്തിക്കുന്നതായി ഇവർ വെളിപ്പെടുത്തുന്നു. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന മോഡലിംഗ് കമ്പനികളുടെ മറവിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ പലതും നടക്കുന്നുണ്ട്. മോഡലാകണമെന്ന് ആഗ്രഹത്തോടെ എത്തുന്ന പെൺകുട്ടികൾ ഇവരുടെ കെണിയിൽ കുടുങ്ങരുതെന്നും കൊഞ്ചിത മുന്നറിയിപ്പ് നൽകുന്നു. സമീപകാലത്ത് കൊച്ചിയിലെ മോഡലിംഗ് രംഗങ്ങൾക്കെതിരെ നിരവധി നെഗറ്റീവ് വാർത്തകളാണ് പുറത്തു വന്നത്. മോഡലിംഗിന്റെ മറവിലുള്ള ലഹരിക്കടത്ത്, മറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങൾ. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട ന്യൂസ് 18 നിരവധി ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ പുറത്തുവിട്ടിരുന്നു. അത്രയ്ക്കും മോശമാണോ ഈ മോഡലിംഗ് രംഗം? പൊതുവെ കേരളത്തിലെ ജനങ്ങൾക്ക് ഇത്തരമൊരു തെറ്റായ ധാരണ കാണും. എന്നാൽ എന്താണ് കേരളത്തിലെ മോഡലിംഗ് രംഗത്ത് നടക്കുന്നത്? എന്താണ് ഈ മോഡലിംഗ് മേഖലയുടെ, മോഡലിംഗ് കമ്പനികളുടെ പ്രവർത്തനങ്ങൾ? ന്യൂസ് 18 ഇപ്പോൾ ചേരുന്നത് പ്രമുഖ മോഡലിംഗ് ഷോ ഡയറക്ടർമാരായ ദാലുവും ജൂഡ് ഫെലിക്സും, ഇതോടൊപ്പം പ്രമുഖ മോഡൽ കൊഞ്ചിത ജോണുമാണ്. പൊതുവെ കേരളത്തിലെ ആളുകൾക്ക്, ജനങ്ങൾക്കൊരു തെറ്റായ ധാരണയുണ്ട്, മോഡലിംഗ് ഒരു മോശപ്പെട്ട മേഖലയാണെന്ന്. അങ്ങനെയാണോ? ഒരിക്കലല്ല. കാരണം ഏതൊരു പ്രൊഫഷനെ പോലും ഇതും ഒരു പ്രൊഫഷനായിട്ട് എടുക്കുന്ന എത്രയോ കുട്ടികളുണ്ട് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നത് വർഷങ്ങളായിട്ട്. അല്ലാണ്ട് വേറെ ഇതിന് കാരണം സ്വതവേ മുന്നൊക്കെ ഉണ്ടായിരുന്നത് പോലെ നമുക്ക് മുന്നേ കുറേ കുട്ടികൾ ഇതിൽ വരാൻ മടിച്ചിരുന്നത്. ഇപ്പം എന്ന് പറഞ്ഞാൽ വളരെ പ്രൊഫഷണലായിട്ടും നല്ല ഫാമിലിയിൽ നിന്നും പഠിച്ച കുട്ടികളാണ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഈ ഒരു ഇൻഡസ്ട്രീനെ അവരൊരു പ്രൊഫഷണലായിട്ട് തന്നെ കണ്ടു. അതിനെടുത്ത് ഇപ്പോൾ എക്സാമ്പിൾ കൊഞ്ചിത തന്നെ, നമ്മുടെ കൂടെ ഇരിക്കുന്ന കൊഞ്ചിത തന്നെ ഒരു പ്രൊഫഷണൽ, ഈ ഒരു ഇൻഡസ്ട്രീനെ വളരെ പ്രൊഫഷണലായിട്ട് കണ്ടു അവൾ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഏതൊരു വൈറ്റ് കളർ ജോബ് പോലും ഇതൊരു വൈറ്റ് കളർ ജോബ് തന്നെയാണ്. അതിനെക്കൊണ്ട് ഒട്ടും ഇപ്പം ദാലുവും ജൂഡും രണ്ടുപേരും പതിറ്റാണ്ടുകളായി, ഒരു 2-3 പതിറ്റാണ്ടായി, അത്രയും വർഷങ്ങളായി ഈ രംഗത്തുള്ളവരാണ്. ഇന്ന് നമ്മൾ കണ്ട ഇപ്പോൾ സമീപകാലത്ത് കൊച്ചിയിൽ നടക്കുന്ന മോഡലിംഗ് രംഗങ്ങളെക്കുറിച്ചുള്ള പല വാർത്തകൾ വന്നിരുന്നു. അടുത്തിടെ ഒരു മോഡൽ അൽക്കാബോണിയെ കൊക്കൈനുമായി പിടികൂടിയ വാർത്ത. പിന്നെ ന്യൂസ് 18 ഞങ്ങൾ തന്നെ പുറത്തുവിട്ടൊരു വെളിപ്പെടുത്തൽ ഉണ്ടായിരുന്നു. ഒരു തജാസ് മോഡലിംഗ് കമ്പനിക്കെതിരായി ഒരു പെൺകുട്ടി, നിരവധി പെൺകുട്ടികൾ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അവിടെ പല അനാശാസ്യ പ്രവർത്തനങ്ങളോ, പെൺകുട്ടികളെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്, സെക്ഷലി അബ്യൂസ് ചെയ്യുന്നുള്ള വാർത്തകളൊക്കെ അവർ തന്നെ തുറന്നു പറയുകയാണ് ചെയ്തത്. അങ്ങനെയുണ്ടോ ഈ മോഡലിംഗ് കമ്പനികൾ, അല്ലെങ്കിൽ ഈ മോഡലിംഗ് രംഗത്തെത്തുന്ന കുട്ടികൾക്ക് നേരെ ഇത്തരം ചൂഷണങ്ങൾ നടക്കുന്നുണ്ടോ? മോഡലിംഗ് കമ്പനിയുടെ കാര്യം നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് വി ഡോണ്ട് കൺസിഡർ ദം ആസ് എ പ്രൊഫഷണൽ ഏജൻസി, സ്പെഷ്യലി ഇൻ കേരള. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ വി ആർ ഇൻ ദ ഇൻഡസ്ട്രി ഫോർ ഒരു കുറച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഉള്ള ആൾക്കാരാണ് ഞാനും ദാലും. വി ആർ ദ വൺ വി സ്റ്റാർട്ടഡ് ദ മോഡലിംഗ് ഇൻഡസ്ട്രി ഇൻ കേരള ആക്ച്വലി. അപ്പോൾ അതിൽ വന്ന കുറേ പിള്ളേരും, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന പിള്ളേരും, പുതിയതായിട്ട് വരുന്ന ആൾക്കാരും, അവരെല്ലാവരും വെരി പ്രൊഫഷണലാണ്. അതുപോലെ തന്നെ നമ്മൾ അവർക്കൊരു ചാൻസ് കൊടുക്കുന്നത് വെച്ചാൽ അവരിങ്ങോട്ട് പൈസ മേടിച്ചിട്ടില്ല നമ്മൾ ചാൻസ് കൊടുക്കുന്നത്. വി ഫൈൻഡ് സംതിങ് ഗുഡ് അബൌട്ട് ഇറ്റ്. ദേ ആർ ഗോട്ട് ദ മോഡൽ ക്വാളിറ്റി ആൻഡ് ദേ ക്യാൻ ക്യാരി വാട്ട് ഇസ് മോഡൽ റിക്വയർമെൻറ്റ്. അങ്ങനെയുള്ളവരാണ് നമ്മൾ സപ്പോർട്ട് ചെയ്ത് വി ആർ പേയിങ് ദം ടു വാക്ക് ഫോർ ആർ ഷോ, ഓഫർ പ്രിന്റ് ആഡ്സ് വിത്ത് ദ ഡിസൈനർ കളക്ഷൻസ്. അപ്പോൾ ഈ മോഡലിംഗ് ഏജൻസിയോ മോഡലിംഗ് കമ്പനി എന്ന് പറഞ്ഞ ആൾക്കാർ എന്താണ് ചെയ്യുന്നത്, ടു ബി ഓണസ്റ്റ് നമുക്ക് അറിയത്തില്ല. ആൻഡ് അതുപോലെ തന്നെ ആ വരുന്ന പിള്ളേരാണെങ്കിൽ തന്നെ അവർക്ക് എന്താണ് അവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് സെൽഫായിട്ടൊരു റിയലൈസേഷൻ വേണം. അവർ വെദർ ഇഫ് ദി ആർ മോഡൽ മെറ്റീരിയൽ ആണോ ഇല്ല എന്നുള്ളത് ആദ്യം അവർ സെൽഫായിട്ട് നോക്കണം. അല്ലെങ്കിൽ എല്ലാവർക്കും മോഡലാണെന്ന് പറഞ്ഞ് നടക്കാൻ പറ്റും, വിച്ച് വി ഡോണ്ട് അഗ്രി ടു ദാറ്റ് ആക്ച്വലി. എന്ന് വെച്ചാൽ ഒരു മോഡലാണെങ്കിൽ മോഡലാകേണ്ട ഒരു ബേസിക് സ്റ്റാറ്റിക്സ് വേണം. അത് ഒരു പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ദാറ്റ് ഈസ് വെരി മച്ച് റിക്വയർഡ് ആൻഡ് ദേ ഹാവ് എ വെരി സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ ലൈഫ് ഓൾസോ. അപ്പോൾ ആ ഒരു പേര് പറഞ്ഞിട്ട് ഈ വരുന്ന പിള്ളേർ ഡ്രഗ് അബ്യൂസ്ഡ് ആണോ അല്ലെങ്കിൽ ആൽക്കഹോൾ അടിക്കുന്ന ആൾക്കാരാണോ പറയുന്നത്. പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരും ഐ ഡോണ്ട് തിങ്ക് അങ്ങനെ ഈ മോഡലിംഗ് രംഗത്തേക്ക് വരുന്ന കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് പലരും പറയാറുണ്ട്. അങ്ങനെയുണ്ടോ? എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എത്രയോ പ്രൊഫഷണലായിട്ട് ഈ ഒരു ഇൻഡസ്ട്രീനെ പ്രൊഫഷണലായിട്ട് കാണുന്ന ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ,
ഇവരാരും ഡ്രിങ്ക്സോ സ്മോക്കോ ഡ്രഗ്സോ ഒന്നും കൈകൊണ്ട് പോലും തൊട്ടില്ല. കാരണം അവരുടെ ലൈഫ് സ്റ്റാറ്റസ് ഇതെന്ന് പറഞ്ഞാൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലാണ് അവരിത് പോകുന്നത്. അവർ ഡെയിലി ജിമ്മിൽ പോകുന്നു, വർക്കൗട്ട് ചെയ്യുന്നു, അവർക്ക് ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളും അവർ വേണ്ടാന്ന് വെച്ചിട്ടാണ് ജീവിക്കുന്നത് തന്നെ, ഭക്ഷണങ്ങളൊക്കെ കഴിക്കാണ്ട്. എന്താ സംഭവിക്കുന്നത്, ഈ മോഡലിംഗ് ഇൻഡസ്ട്രി ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്ന പല മോഡലിംഗ് കമ്പനീസിന് എന്താണ് അവരുടെ ഡ്യൂട്ടി എന്ന് പോലും അറിയില്ല. കാരണം ഈ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം, അതാരെയും പറ്റിച്ചിട്ടാണെങ്കിലോ ചതിച്ചിട്ടാണെങ്കിലോ ഒക്കെ പൈസ ഉണ്ടാക്കണം. ഇപ്പോൾ ഈ മോഡലിംഗ് കമ്പനീസ് വരുന്നതൊക്കെ യങ്സ്റ്റേഴ്സ്, പയ്യന്മാരും ആ ഒരു ഏജിലൊക്കെ ആൾക്കാരൊക്കെയാണ് കൂടുതൽ വരുന്നത്. ഇവരുടെ ഉദ്ദേശങ്ങൾ വേറെ പലതും. ഒന്ന് ഈസി മണി, എത്രയും പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം. കാരണം ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഏതൊരു യങ്സ്റ്ററിനും ഏതൊരു ആണിനായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അവർക്ക് എങ്ങനെയെങ്കിലും നെയിം വേണം, ഫെയിം വേണം, അവരുടെ ഹോർഡിങ്സ് വരണം, സോഷ്യൽ മീഡിയയിൽ പിക്ചേഴ്സ് കാണണം, വൈറലാവണം. ഈ ഒരു ചിന്താഗതിയോട് കൂടിയിട്ടാണ് വരുന്നത് മിക്കെന്ന് പറഞ്ഞാൽ 100 എണ്ണത്തിൽ 98 ആൾക്കാർ. ഓക്കെ, അത് ഈ പ്രൊഫഷനെ സ്നേഹിച്ച് വരുന്നവരല്ല, അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഇതാവാൻ വേണ്ടി. അപ്പം ഈ ആൾക്കാരെന്താക്കും, അങ്ങനത്തെ ആൾക്കാരെ വലവെച്ച് പിടിക്കും, എന്നിട്ട് അങ്ങോട്ട് പൈസ കൊടുക്കുന്നു, ഷോന് ഇറങ്ങുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അങ്ങോട്ട് പൈസ ഒരു മോഡലിംഗ് ഏജൻസിക്ക് പൈസ കൊടുത്തിട്ട് റാമ്പിൽ നടക്കുന്നു, മേക്കപ്പിന് പൈസ, കോസ്റ്റ്യൂം വേണമെങ്കിൽ പൈസ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് സ്വന്തം കോസ്റ്റ്യൂം കൊണ്ടുവരിക. ഇതാണോ ഫാഷൻ ഷോ? ഒരിക്കലല്ല. ഈ മോഡലിംഗ് കമ്പനീസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ടാഗ് ലൈൻ ഇല്ല. ആക്ച്വലി ഇറ്റ് ഇസ് മോഡലിംഗ് ഏജൻസീസ് ആണ്. അങ്ങനത്തെ ഏജൻസീസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന എത്രയോ നല്ല നല്ല തട്ടിപ്പ് കമ്പനികളായിരിക്കും. അതാ ഞാൻ പറഞ്ഞത്, അവർക്ക് പല ഉദ്ദേശങ്ങളായിരിക്കും. അവർക്ക് പൈസ ഉണ്ടാക്കാൻ, ഹാർഡ് വർക്ക് ചെയ്യാണ്ട് വെറുതെ ഒരു പേര് ഇട്ടിട്ട്. പരാതികൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ടോ? മോഡൽസ് ആരെങ്കിലും, ചെറുപ്പക്കാരായിട്ടുള്ള മോഡൽസ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കുറെ ഏജൻസ് ഇതുപോലെ കമ്പനിയിൽ വർക്ക് ചെയ്ത കുറച്ച് പിള്ളേർ നമ്മളിവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ആസ് എ പ്രൊഫഷണൽ മോഡൽ ദേ ഹവ് ബിക്കം, ബിക്കോസ് അത് അവർക്ക് തോന്നി ഇത് നല്ലതല്ല എന്ന് വെച്ചാൽ ഒരു 1-2 ഷോ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് മനസ്സിലായി ഇറ്റ്സ് നോട്ട് വർത്ത് സ്പെൻഡിങ് മണി ഫോർ ദം ടു ദ ഏജൻസി, ഐ മീൻ ദ കമ്പനീസ്. ആൻഡ് അവർ അപ്രോച്ച് ചെയ്തപ്പോഴേക്കും നമ്മൾ പറഞ്ഞ് ഓക്കെ ദേ ഗോട്ട് ദ മോഡൽ ക്വാളിറ്റി ഉള്ളതാണ്. ഞാൻ പറഞ്ഞ് നമുക്ക് എടുക്കാം, പക്ഷേ ദിസ് ഇസ് വാട്ട് ആർ റൂൾസ് ആൻഡ് റെഗുലേഷൻ. യു ഹാവ് ടു ബി വെരി സ്ട്രിക്റ്റ്, യു ഹാവ് ടു മെയിൻറ്റെയിൻ, this is what it is, and they have become in different level, they have become a very professional models. So സെൽഫ് റിയലൈസ് ചെയ്ത് കുറേ ആൾക്കാർ അങ്ങനെ വന്നവർ നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊന്നും അറിയാണ്ട് ഇപ്പോഴും ഒന്നും അറിയാൻ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണെങ്കിൽ ഐ ഫീൽ ദേ ആർ ഫൂൾസ്, ബിക്കോസ് എല്ലാം ഇപ്പോൾ അറ്റ് ദ ഫിംഗർ ടിപ്സ് ഇറ്റ്സ് അവൈലബിൾ. ആരാണ് എന്താണെന്നുള്ളത് ഒരു കൈവിരലിൽ കുത്തിക്കഴിഞ്ഞാൽ കിട്ടുന്ന സംഭവമാണ് ഇപ്പോൾ, അല്ലേ? ഇപ്പം കുഞ്ചിതയുടെ പരിചയത്തിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും ഇങ്ങനെ ഇതുപോലെ കെണികളിൽ പെട്ടിട്ടുണ്ടോ? ഈ മോഡൽ ആകണമെന്ന് ആഗ്രഹത്തോടെ വന്ന് ഒരു തെറ്റായ രീതിയിലോട്ട് പോയിട്ടുണ്ടോ? നോർമലി എനിക്ക് തോന്നുന്ന അവയർനെസ് ഇല്ലാത്ത, ഇപ്പോൾ യങ് ഏജിൽ ഞാൻ തുടങ്ങിയ സമയത്തൊക്കെ നമ്മളിങ്ങനെ സ്റ്റാർട്ടിങ് മോഡലിംഗ് തുടങ്ങിയ സമയത്ത് നമ്മൾ കുറേ പേരെ ഇങ്ങനെ കാണുന്നുണ്ട്. അവർ ചിലപ്പോൾ അവരുടെ പേഴ്സണൽ ഡിസിഷൻസ് ആയിരിക്കും. ഇപ്പോൾ ഒരാൾ തെറ്റായിട്ടുള്ളൊരു റൂട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ അവരുടെ അവയർനെസ് ഇല്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു റൂട്ട് എടുത്തു, ഇനി അതിന് പുറത്ത് എങ്ങനെ വരണം എന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ബട്ട് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയ എല്ലാ കാരണം ഈ ജനറേഷനിലുള്ള പിള്ളേർക്ക് അതൊരു ബുദ്ധിമുട്ടല്ല. കാരണം സോഷ്യൽ മീഡിയയുടെ ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡും ഉണ്ട്. പെട്ടെന്ന് ഫേമസ് ആവണം, പെട്ടെന്ന് പാരൻസിൻ്റെ സപ്പോർട്ട് ഇല്ല, ഗൈഡൻസ് ഇല്ല. അപ്പോൾ നമ്മൾ ഈ പറയുമ്പോൾ ഇത്ര ഓപ്പൺ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ ആർക്കും വേണമെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാം. ഈ പേരൻസിന്റെ സപ്പോർട്ടോട് കൂടി മാത്രമേ ഇതിലോട്ട് ഇറങ്ങാവുള്ളൂ, അങ്ങനെയാണോ? ഞാൻ എല്ലാം ഇപ്പോൾ ഞാൻ ഗ്രൂമിങ് ഇപ്പോൾ ഒരു 5 വർഷമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒബ്വിയസ്ലി വിത്ത് ദ ഗൈഡൻസ് ഓഫ് ജൂഡ് ഫെലിക്സ് ആൻഡ് ഡാലു. കാരണം ഇവർ എന്നെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്, ഇവരുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാനിപ്പോൾ പേജന്റ് കോച്ചാണ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ പിള്ളേരുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, ബി ഇൻ കോൺടാക്ട് വിത്ത് യുവർ പാരൻസ്. നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന കമ്പനികൾക്കെതിരെ ഒരു നടപടി സ്വീകരിക്കണമെന്നാണോ നിങ്ങൾ പറയണേ? തീർച്ചയായിട്ടും അങ്ങനെ തെറ്റായ രീതികളിൽ പോകുന്ന കമ്പനിന് അതിനൊരു നടപടി എടുക്കുക തന്നെ വേണം. കാരണം ഇറ്റ്സ് ഹൈ ടൈം. കാരണം നമ്മളൊക്കെ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തു ഇത്രയും ഇൻഡസ്ട്രീൻ്റെ ഒരു നിലവാരം ഉയർത്തിക്കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഒരു ഫാഷൻ വീക്ക് എന്ന് പറഞ്ഞൊരു തമാശയായി മാറിയിരിക്കുന്നു. പണ്ടൊക്കെ ഫാഷൻ വീക്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ആകെ 2 ഫാഷൻ വീക്കാണ്, ഒന്ന് ലാക്മി ഫാഷൻ വീക്കും ഒന്ന് വിൽസ് ഫാഷൻ വീക്കും. അങ്ങനെ അന്ന് അവിടെ ഇരിക്കുന്ന ഡിസൈനേഴ്സ്, അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് കേരളത്തിൽ കൊച്ചിൻ ഫാഷൻ വീക്ക് എന്ന് പറഞ്ഞ ഫാഷൻ വീക്കിൽ ബോംബെയിൽ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെ ഡിസൈനേഴ്സിനെ കൊണ്ടുവന്നു. അതിൻ്റെ ഒരു പേരിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് പോലും മനസ്സിലാക്കാണ്ടാണ് ഇന്ന് ചാവക്കാട് ഫാഷൻ വീക്ക്, നിലമ്പൂർ ഫാഷൻ വീക്ക്, തിരൂർ ഫാഷൻ വീക്ക്. ഹലോ എക്സ്ക്യൂസ്. അപ്പം
എന്താണ് ഇന്നൊക്കെ പറയേണ്ടത്? അപ്പോൾ ഈ കൊച്ചിയിൽ നിങ്ങൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, കൊച്ചിയിലെ ഈ മോഡലിംഗ് രംഗം പൂർണ്ണമായും തകർന്നു. ഇനി തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ സമീപകാലത്ത് ഉണ്ടായിട്ടുള്ള ഈ മോഡലിംഗുമായി ബന്ധപ്പെട്ട നിരവധി കോൺട്രവേഴ്സീസ്, 2 മോഡൽസ് വാഹനാപകടത്തിൽ മരിച്ച കേസ്, അങ്ങനെ പല സംഭവങ്ങൾ വന്നപ്പോഴും ഈ മോഡലിംഗ് രംഗത്തിനെതിരായിട്ട് ഒരു നെഗറ്റീവ് ന്യൂസാണ് വന്നുകൊണ്ടിരുന്നത്. ഇതിന് തിരിച്ചു വരാൻ, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഒരു ടോപ്പ് ലെവലിലേക്ക് വരാൻ, കൊച്ചിയിലെ മോഡലിംഗ് രംഗം വരാനുള്ള ഒരു സാധ്യത ഇനിയുണ്ടോ? അതിനുള്ളൊരു വർക്ക് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, വർക്കിംഗ് ഓൺ ദാറ്റ്. കാരണം നമ്മൾ ഇതിനൊരു ജീവൻ കൊടുത്തു, ഇനി അത് എന്തായാലും കൊല്ലാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അത് ഞങ്ങൾ തീരുമാനിച്ചൊരു കാര്യമാണ്. സോ അതിനുള്ളൊരു വർക്ക് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ വീൽ കം അപ്പ് വിത്ത് സംതിങ് ഗുഡ്. കാരണം ഇനിയും ഇൻഡസ്ട്രിയിലേക്ക് നല്ല നല്ല കുട്ടികൾ വരണം. ഇപ്പം വരുന്നതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പെൺകുട്ടികളിൽ നിന്ന് എല്ലാവരും എഡ്യൂക്കേറ്റഡ്, നല്ല ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. അവർക്കറിയാം. പിന്നെ ഞാൻ പറയുന്ന എല്ലാവരുടെ അടുത്തും, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, എല്ലാവരുടെ അടുത്തും പറയും നോ പറയേണ്ട ഇടത്തിൽ നോ തന്നെ പറയണം. ഒരു പ്രാവശ്യം ചെയ്ത് ഞാൻ 2 പ്രാവശ്യം ചെയ്തു, 3ാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോഴാണ് അതൊക്കെ തെറ്റാന്ന് മനസ്സിലാവുന്നത്. Every work needs a hard work. That's my advice. ജൂഡും കുഞ്ചിതയും ദാലുവും 3 പേരും വർഷങ്ങളായി ഈ മോഡലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. അവരുടെ അനുഭവങ്ങളാണ് പങ്കുവെച്ചത്. അതായത് എളുപ്പ വഴിയിലൂടെ ഒരു മോഡലാകാൻ കഴിയില്ല. മോഡലിംഗ് എന്ന് പറയുന്നത് ഒരു മികച്ച പ്രൊഫഷനാണ്. അതിനുവേണ്ടി കഠിനാധ്വാനം വേണം. അതോടൊപ്പം കുഞ്ചിത പറഞ്ഞൊരു കാര്യമാണ് ഏറെ ശ്രദ്ധിക്കേണ്ടത്. കാരണം മാതാപിതാക്കളുടെ, പേരൻസിൻ്റെ അനുമതിയോട് കൂടി നല്ല രീതിയിലുള്ള വഴികൾ തിരഞ്ഞെടുക്കുക. അതായത് ഈ തെറ്റായിട്ടുള്ള പല മോഡലിംഗ് കമ്പനികളുണ്ട്, മോശപ്പെട്ട നിയമപരമല്ലാതെ പ്രവർത്തിക്കുന്ന പല മോഡലിംഗ് കമ്പനികളുമുണ്ട്. അതുപോലുള്ള മോഡലിംഗ് കമ്പനികളുടെ കെണിയിൽപ്പെടാതിരിക്കുക. അതുകൊണ്ട് തന്നെ ഏതാണ് തെറ്റ് ഏതാണ് ശരിയെന്ന് മനസ്സിലാക്കി മാത്രം മുന്നോട്ട് പോകുക. ഇതോടൊപ്പം ദാലുവും ജൂഡും പറഞ്ഞതുപോലെ ഇതുപോലെ തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്ന, കൊച്ചുകുട്ടികളടക്കം ചൂഷണം ചെയ്യുന്ന, നിയമവിരുദ്ധമായ രീതിയിൽ ഈ ലഹരി കടത്തും സ്വർണ്ണക്കടത്തും ഒക്കെ നടത്തുന്ന മോഡലിംഗ് കമ്പനികൾക്കെതിരെ ശക്തമായ നടപടിയും സ്വീകരിക്കേണ്ടതാണ്.